ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ കോളിഫ്ലവർ വറുത്തെടുത്താലോ? ഇത് ഗോബി 65 എന്നും പറയും. സാധാരണയായി കോളിഫ്ലവർ കഴിക്കാത്തവർ പോലും ഇതുപോലെ മുരുമുരാന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കഴിച്ചു പോകും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവറാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് തണ്ടോടുകൂടി വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും തിളച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ചില സമയത്ത് കിട്ടുന്ന കോളിഫ്ലവറിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ ഇത് 5 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത്. കൂടുതൽ സമയം തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ട് വെക്കരുത്. അപ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റായി പോകും. 5 മിനിറ്റ് ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട ശേഷം ഈ വെള്ളം ഊറ്റിക്കളയണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മല്ലിയിലയും 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിനാവശ്യമുണ്ട്. ഇതുകൂടാതെ അവസാനം വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ മറ്റ് ചില ചേരുവകളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അവസാനം വറുത്ത് ചേർക്കാനുള്ള പച്ചമുളകും കറിവേപ്പിലയും ഒഴികെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഞാൻ ഈ വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇതുപോലെ കുറച്ച് വീതം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാ ചേരുവകളും കോളിഫ്ലവറിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പീസ് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കണ്ട. കുറച്ച് സമയത്തിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവറാണ് ഞാനിതിനു വേണ്ടി എടുത്തത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ കോളിഫ്ലവറാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ അല്പം കൂടുതൽ എടുക്കേണ്ടി വരും. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറോടുകൂടി നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള മുരുമുരാന്നുള്ള കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അല്പസമയത്തിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ വശവും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ കോളിഫ്ലവർ കഴിക്കാത്തവർ പോലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും കോളിഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ.
ഇനി അവസാനമായിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് 5 പച്ചമുളകാണ് ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരി നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഈ കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കളർ കിട്ടിയത്. അങ്ങനെ നമ്മുടെ കറുമുറേ കഴിക്കാൻ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.